हाँ कबाब रेडी है? रेडी है। हाँ कबाब रेडी है, पहले कबाब रेडी करते हैं, अभी रेडी है। देखो फुल सेट है। और किधर चल देगा रे? रेडी रेडी। क्या वीडियो? ओ पगल वाला थिएटर में। अब इधर Brief history of Sea Line Beach, Mesaid Tourism. Sea Line Beach, located in Mesaid, Qatar, has been a beloved destination for both locals and tourists seeking a coastal retreat away from the hustle and bustle of city life. Its pristine sandy shores and clear waters have made it an idyllic spot for relaxation and water sports. Origins of tourism at Sea Line Beach. Tourism at Sea Line Beach began to gain traction in the late 20th century when Qatar started to develop its infrastructure to cater to a growing interest in leisure and travel. The country's wealth from oil and gas exports allowed for significant investment in hospitality and recreational facilities. In the 1990s, Sea Line Beach Resort was established, providing a substantial boost to local tourism. It offered visitors a taste of luxury with beachfront amenities, accommodations, and activities, paving the way for the area's popularity as a tourist destination. ഗായ്സ് ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ബീച്ച് വരെ ഒന്ന് പോവാണ്. ബീച്ചിൽ ഒന്ന് കുളിക്കണം, വെള്ളത്തിലൊന്ന് കുളിക്കണം എന്നൊക്കെ പ്ലാനിട്ടിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ ബീച്ചിൽ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരാനും. സീ ലൈൻ ബീച്ചിന്റെ സംക്ഷിപ്ത ചരിത്രം. മെസായിദ് ടൂറിസം. ഖത്തറിലെ മെസായിദിൽ സ്ഥിതി ചെയ്യുന്ന സീ ലൈൻ ബീച്ച്, നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു തീരദേശ വാസസ്ഥലം തേടുന്ന പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അതിമനോഹരമായ മണൽ തീരങ്ങളും തെളിഞ്ഞ വെള്ളവും ഇതിനെ വിശ്രമത്തിനും ജലകായിക വിനോദത്തിനും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റി. സീ ലൈൻ ബീച്ചിലെ ടൂറിസത്തിന്റെ ഉത്ഭവം. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിനോദസഞ്ചാരത്തിലും യാത്രയിലും വർദ്ധിച്ചുവരുന്ന താൽപര്യം നിറവേറ്റുന്നതിനായി ഖത്തർ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് സീ ലൈൻ ബീച്ചിലെ വിനോദസഞ്ചാരം ശ്രദ്ധ നേടുന്നത്. എണ്ണ, വാതക കയറ്റുമതിയിൽ നിന്നുള്ള രാജ്യത്തിന്റെ സമ്പത്ത് ഹോസ്പിറ്റാലിറ്റിയിലും വിനോദ സൗകര്യങ്ങളിലും ഗണ്യമായ നിക്ഷേപം അനുവദിച്ചു. 1990കളിൽ പ്രാദേശിക വിനോദസഞ്ചാരത്തിന് ഗണ്യമായ ഉത്തേജനം നൽകിക്കൊണ്ട് സീ ലൈൻ ബീച്ച് റിസോർട്ട് സ്ഥാപിതമായി. ഇത് സന്ദർശകർക്ക് ബീച്ച് ഫ്രണ്ട് സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം ആഡംബരത്തിന്റെ രുചി വാഗ്ദാനം ചെയ്തു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയിൽ പ്രദേശത്തിന്റെ ജനപ്രീതിക്ക് വഴിയൊരുക്കി. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ ഏകദേശം ഒരു ഹിസ്റ്ററി നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്ന് വന്ന് നോക്കുക. ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് കുറച്ച് ഗ്യാപ്പായി എന്ന് മാത്രം. അപ്പോൾ അതിനുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വരാൻ പ്ലാനിട്ട്. ഈ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ട്, എങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, അതല്ലാതെ വേറെ എന്തുള്ള പ്രവാസികൾക്ക്. അപ്പോൾ ഒന്ന് കടലിലൊക്കെ പോയി എൻജോയ്മെൻറ്റ് ചെയ്യാം. അവിടെ ആകുമ്പോൾ ഇഷ്ടമായ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായിരുന്നു ഈ പോക്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ലൊക്കേഷൻ കിട്ടാത്തതുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ലൊക്കേഷനൊക്കെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് തരാം. ഓക്കെ.
ഏകദേശം നമ്മളിവിടെ എത്തി, ശൈലിയിലെത്തി. ഇവിടെ കണ്ട ഇരുട്ടാണ്. മണലില് ഏത് ബീച്ചിലെത്തിയത്? സേലിയ ബീച്ചിലല്ലേ, സീലൈൻ ബീച്ചിലെത്തി. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടി. ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് കടലിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ചെറിയ സെറ്റപ്പാണ് ഞങ്ങൾക്കുള്ളത്, വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അൻസാരി ഇതാ സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇതുണ്ടോ ഫുഡൊക്കെ റെഡിയാക്കിയത്. ലിബൂസ് ഇതാ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താണ് അൻസാരി? ഇതാ കാർമികട്ടാ. അങ്ങനെ ലിബൂസ് സ്റ്റാർട്ടാക്കി. ഷാജാന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കവർ കവർ ഐറ്റംസ് വേറെ ഇതിലുള്ളത്. നമ്മൾ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടോ. അതിൽ സ്പൂൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ ലൈറ്റൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ തോതിൽ. പിന്നെ അതിൻ്റെ സെറ്റപ്പുകളൊക്കെ കിട്ടാം. ഇതൊക്കെ സെറ്റപ്പ് ഓരോ കിറ്റ് ഓരോത്തേക്ക്. ഇച്ചിരി ബാക്കിലേക്ക് ഇറങ്ങിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ നമുക്ക്. ഞാൻ എൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തു.
ചൂടുണ്ട്. നമ്മളെ ട്യൂബൊക്കെ കൊടുത്തിട്ട് നല്ല വെള്ളത്തിൽ നല്ല അടിപൊളി എൻജോയ്മെന്റ് ആണ് മക്കളെ. നല്ല ചൂടുവെള്ളം, അത്യാവശ്യത്തിന് ഉപ്പുണ്ട്, നല്ല രസം. ഗായ്സ് ഞങ്ങളിത് വെള്ളത്തിൽ മുങ്ങി കളിക്കുകയാണ്. ഇതാ ട്യൂബൊക്കെ ആയിട്ട് വന്നിട്ട് സാറിന് വെള്ളത്തിട്ട് വലിക്കുകയാണ്. വീഡിയോ കിട്ടിയാ ക്യാമറ ഹായ് ഗൈസ്, നമ്മൾ ഇവിടുത്തെ ബീച്ചിലെ വൈബൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കുളിച്ച് കയറി ഇനി ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇരുട്ടാണ്, എന്തായാലും പറ്റുന്ന രൂപത്തിൽ കാണിച്ചു തരാം. हाँ कबाब रेडी है? रेडी है। हाँ कबाब रेडी है। पहले कबाब रेडी करते हैं, अभी रेडी है। देखो फुल सेट है। हाँ तो ग्रिल हाँ ग्रिल रेडी है। हाँ ग्रिल रेडी है, मसाला रेडी है, गरम करने के बस पूरा रेडी है। अदा गरम करने के और सेट है। इधर तक ग्रिल, इधर ग्रिल रेडी है। हाँ ग्रिल रेडी है, फुल फिश है, फिश है, चिकन नहीं है, फिश। इधर नेक्स्ट वाइब बेटा, बड़ा सुपर वाइब ആണ്. सुर में गाना सीखिए पाधानीसा ऐप के साथ. AI powered personal music teacher from Saregama. बड़ा सेट ആയിട്ടാ. हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा. അപ്പോൾ ഇത്രയൊക്കെ അടുത്ത് കുറേ നടന്ന് കാണാനുണ്ട്. അങ്ങോട്ടൊന്നും പോകണില്ല, കുറേ അങ്ങോട്ട് പോകാണ്ട്. അങ്ങോട്ട് പോയാൽ കുറേ കാണാനുണ്ട്, ഇതുപോലെ ഗ്രില്ലും ഫിഷും അതുപോലെ ഫുള്ള് സെറ്റ് കാണാനുണ്ട്. സമയം കുറച്ച് വഴി കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ വേഗം വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നല്ല സെറ്റപ്പിലുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതടുത്ത് എല്ലാ മൂലയിലും ഓരോന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല. അപ്പോൾ പിന്നെ കാണാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതൊക്കെ കാണിക്കാം. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ തിരിച്ചു പോട്ടാ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നമ്മളും വരും. ഓക്കെ.